എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം 6th സെമസ്റ്റർ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. നമുക്കിതിൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു എസ്സേ ടോപ്പിക്കാണ് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റർ. ഒരു ഓഡിറ്റർക്ക് വേണ്ട ക്വാളിറ്റീസും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും എന്തൊക്കെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെടുക്കാം. ആദ്യം ഇതിൻ്റെ എസ്സേ ആൻസർ എഴുതുമ്പോൾ ഓഡിറ്റർ എന്താണ്, അല്ലെങ്കിൽ ഓഡിറ്ററുടെ ഒരു മീനിങ് നമ്മൾ കൊടുക്കണം. ഓഡിറ്റർ ഈസ് എ പേഴ്സൺ ഹു എക്സാമിൻ ആൻഡ് ചെക്ക് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് പ്രൊവൈഡ് ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ഈസ് എ പേഴ്സൺ, എല്ലാവർക്കും ഓർത്തു വെക്കാൻ പറ്റും. ഹു എക്സാമിൻ ആൻഡ് ചെക്ക്, എക്സാമിൻ ആൻഡ് ചെക്ക് എന്നൊന്നും വേണ്ട, ഏതെങ്കിലും ഒന്ന് മതി. ഹു എക്സാമിൻ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, അതായത് ഒരു ബിസിനസ്സിലെ എല്ലാ സാമ്പത്തിക രേഖകളും, അതുപോലെ തന്നെ ആൻഡ് പ്രൊവൈഡ് ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ബിസിനസ്സിൽ നടന്ന ഓരോ ട്രാൻസാക്ഷനെ കുറിച്ചും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ കുറിച്ചും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയനും കൂടെ ആര് നൽകും? ഓഡിറ്റർ നൽകും. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ ഓഡിറ്റർ എന്ന് പറയുന്നത്. ഓഡിറ്റർ ഈസ് എ പേഴ്സൺ ഹു എക്സാമിൻ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് and provide independent opinion about financial transaction. ഇനി നമുക്ക് ഓഡിറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം. ആദ്യമായിട്ട് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. ഒരു ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ദ ഓഡിറ്റർ മസ്റ്റ് പാസ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഡിഗ്രി കണ്ടക്റ്റഡ് ബൈ ICAI. ICAI കണ്ടക്ട് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി ഡിഗ്രി പാസ്സായാൽ മാത്രമേ ഒരു വ്യക്തിക്ക് പ്രൊഫഷണൽ ഓഡിറ്ററായിട്ട് എൻറോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓഡിറ്റർക്ക് വേണ്ട പ്രൊഫഷണൽ ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് CA ഡിഗ്രി പാസ്സാവണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രമേ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഓഡിറ്റർക്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓഡിറ്റർ മസ്റ്റ് പാസ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഡിഗ്രി കണ്ടക്റ്റഡ് ബൈ ICAI. ICAI കണ്ടക്ട് ചെയ്യുന്ന, ICAI എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഡിഗ്രി, അതിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഡിഗ്രി മസ്റ്റ് ആയിട്ടും പാസ്സായാലേ ഓഡിറ്ററായിട്ട് എൻറോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഓഡിറ്റർക്ക് വേണ്ട പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നോളജ് ഓഫ് അക്കൗണ്ടൻസി, അതായത് ഓഡിറ്റർക്ക് അക്കൗണ്ടൻസിയുടെ തിയറിനെ കുറിച്ചും പ്രാക്ടിക്കലിനെ കുറിച്ചും നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ഓഫ് എക്കണോമിക്സ്, എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഡിറ്റർ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ഓഡിറ്റർക്ക് നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ഓഫ് മാത്തമാറ്റിക്സ്, കണക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് ചെക്ക് ചെയ്യുക ഓഡിറ്റർ. അപ്പോൾ മാത്തമാറ്റിക്സിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. കൊമേഴ്ഷ്യൽ ലോ, ബിസിനസ് ലോയെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. ഓഡിറ്റ് ടെക്നിക്സ്, ഓഡിറ്റിങ്ങിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ടല്ലേ, വൗച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ റീകൺസിലേഷൻ ഉണ്ട്, അതുപോലെ സാമ്പിൾ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്സുകളുണ്ട്. ഈ ടെക്നിക്കുകളെ കുറിച്ചും ആർക്ക് ഐഡിയ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓഡിറ്റർക്ക് നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ഓഫ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിനെ കുറിച്ചും ഓഡിറ്റർക്ക് നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഓഡിറ്ററുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും പഠിച്ചു, പ്രൊഫഷണൽ ക്വാളിറ്റീസും പഠിച്ചു. ഇപ്പോൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ദ ഓഡിറ്റർ മസ്റ്റ് പാസ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഡിഗ്രി കണ്ടക്റ്റഡ് ബൈ ICAI. ICAI കണ്ടക്ട് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി ഡിഗ്രി ഓഡിറ്റർ മസ്റ്റ് ആയിട്ടും പാസ്സാവണം. അതേപോലെ നിങ്ങൾക്ക് ജുറാസിൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇനി ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ PDF ചോദിക്കുന്നതിനേക്കാളും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് മിനിറ്റ്സ് ഒക്കെ പഠിച്ച് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ജെന്യൂൻ ഒപ്പീനിയനും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നീട് ഓഡിറ്ററുടെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് ആണ്. അത് ഒരുപാട് സബ്ജക്റ്റിൽ നോളജ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഒരു 6 സബ്ജക്റ്റ് എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക, എന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അക്കൗണ്ടൻസി, അതിൽ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ബിസിനസ് ലോ ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഇനി ഓഡിറ്റർക്ക് വേണ്ട പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഹോണസ്റ്റി,
ഓഡിറ്റർ എപ്പോഴും ഹോണസ്റ്റ് ആയിരിക്കണം, സത്യസന്ധനായിരിക്കണം. നമുക്കറിയാം, ഒരു ഓഡിറ്റർ എന്ന് പറയുമ്പോൾ മറ്റ് സ്ഥാപനങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും ഫൈനാൻഷ്യൽ റെക്കോർഡ്സുകളും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും എല്ലാം തന്നെ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യാനോ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാനോ ഇവാലുവേറ്റ് ചെയ്യാനോ പോകുന്ന ഒരാളാണ്. അദ്ദേഹം തീർച്ചയായിട്ടും എന്തായിരിക്കണം, ഹോണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു ആളായിരിക്കണം. എബിലിറ്റി ടു ഹാർഡ് വർക്ക്, ഒരു ഓഡിറ്റർ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാൻ സന്നദ്ധനായിട്ടുള്ള ഒരു ആളായിരിക്കണം. അതൊരു ഓഡിറ്റർക്ക് വേണ്ട ക്വാളിറ്റിയാണ്. പലപ്പോഴും ഇപ്പം തന്നെ മാർച്ച് മാസം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ഓഡിറ്റർ നൈറ്റ് ടൈമിൽ പോലും ഡ്യൂട്ടി എടുക്കാറുണ്ട്. അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം ഓഡിറ്റർ. ഇംപാർഷ്യൽ, ഓഡിറ്റർ തീർച്ചയായിട്ടും എന്തായിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം. ഒരു ക്ലയൻറ്റിനോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ ഒന്നും തന്നെ ഒരു പ്രത്യേകം കൈക്കൂലി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ പാർഷ്വാലിറ്റി കാണിക്കുകയോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ആ ഓഡിറ്ററുടെ മുമ്പിലുള്ള ക്ലയൻറ്റിനോട് ഇംപാർഷ്യലായിട്ട് ബിഹേവ് ചെയ്യണം. അത് ബന്ധുക്കളായാലോ അല്ലെങ്കിൽ പരിചയമുള്ള സുഹൃത്തുക്കളായാലോ ആരായാലും ഓഡിറ്റർ എന്തായിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം. ഇതിനൊക്കെ നിങ്ങൾക്ക് ഈ മലയാളത്തിൽ ഞാൻ പറയുന്നത് കേട്ട് അതിൻ്റെതായ രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. കറേജ് ആൻഡ് എബിലിറ്റി, ഓഡിറ്റർ എപ്പോഴും ഒരു ധൈര്യമുള്ള ആളായിരിക്കണം. കാരണം ഓഡിറ്റർ മറ്റൊരു സ്ഥാപനത്തിൽ പോയിട്ട് അവിടുത്തെ ഫൈനാൻഷ്യൽ റെക്കോർഡുകളും അതുപോലെ തന്നെ ബിസിനസ് ട്രാൻസാക്ഷനും എല്ലാം തന്നെ വെരിഫൈ ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. അനീതികളും തെറ്റും കണ്ടാൽ അത് ചോദ്യം ചെയ്യാനുള്ള, അല്ലെങ്കിൽ എവിടെയാണ് ബുക്കുകൾ, അതെവിടെ, റെക്കോർഡ്സ് എവിടെ എന്ന് ചോദിക്കാനൊക്കെയുള്ള ഒരു ധൈര്യമുള്ള, ഒരു എബിലിറ്റിയുള്ള, കറേജുള്ള ആളായിരിക്കണം ഓഡിറ്റർ. ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ഓഡിറ്റർ ഒരിക്കലും ഒരു സോഫ്റ്റ് കമ്മ്യൂണിക്കേറ്റർ ആവരുത്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, അതായത് ആ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ആ ക്ലയൻറ്റിനോടും അവിടുത്തെ ഓഫീസേഴ്സിനോടും അവിടുത്തെ മൊത്തം തൊഴിലാളികളോട്, വർക്കേഴ്സിനോടെല്ലാം തന്നെ നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കണം ഓഡിറ്റർ. കോമൺ സെൻസ്, ഓഫ് കോഴ്സ് ഓഡിറ്റർക്ക് എന്തുണ്ടായിരിക്കണം, ഒരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം, അല്ലേ? ദെൻ എബിലിറ്റി ടു മെയിൻറ്റെയിൻ സീക്രട്ട്, നമുക്കറിയാം ഒരു ക്ലയൻറ്റിൻ്റെ സീക്രട്ട്, പലതരത്തിലുള്ള ബിസിനസ് സീക്രട്ടുകളും ട്രേഡ് സീക്രട്ടുകളും ഉണ്ടായിരിക്കും. അതൊന്നും തന്നെ പുറത്തു പറയാൻ പാടില്ല. ഒരു ഓഡിറ്റർ എപ്പോഴും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. കോഷ്യസ് ആൻഡ് വിജിലൻറ്റ്, വളരെ ജാഗ്രതയുള്ള ഒരാളായിരിക്കണം. വിജിലൻ്റ് ആയിട്ടുള്ള, ജാഗ്രതയുള്ള ഒരാളായിരിക്കണം. പലപ്പോഴും പല ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും പലതരത്തിലുള്ള കാര്യങ്ങൾ ഓഡിറ്റർ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി, വിജിലൻ്റ് ആയിട്ട്, കോഷ്യസ് ആയിട്ട് എന്ത് ചെയ്യണം, ഓഡിറ്റർ പെരുമാറണം. ടാക്ട്ഫുൾ, ഓഡിറ്റർ എപ്പോഴും ഒരു തന്ത്രശാലി കൂടെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ ഇൻക്വിസിറ്റീവ്, ഒരു അന്വേഷണാത്മകമായിട്ടുള്ള ഒരു ബുദ്ധി ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യവും കാരണം ഓഡിറ്റർ എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന, ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു ഇൻക്വിസിറ്റീവ് നാച്ചർ ആയിരിക്കണം. ദെൻ എബിലിറ്റി ടു ട്രേസ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്, ആ ഒരു സ്ഥാപനത്തിലെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ട്രേസ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം ഓഡിറ്റർ. അപ്പോൾ നമ്മൾ വലിയൊരു ടോപ്പിക്ക് പഠിച്ചു. അപ്പം എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റർ? ഒരു ഓഡിറ്റർക്ക് വേണ്ട ക്വാളിറ്റീസും ക്വാളിഫിക്കേഷനും എന്തൊക്കെയാണ്? അപ്പം നമ്മൾ പഠിച്ചു, ഓഡിറ്റർ ഈസ് എ പേഴ്സൺ ഹു എക്സാമിൻ ആൻഡ് ചെക്ക് ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് പ്രൊവൈഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അപ്പം നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കുക, ഓഡിറ്റർക്ക് വേണ്ട ക്വാളിറ്റീസ്, ഓഡിറ്റർ എന്താണെന്നും ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ 1-2 വട്ടം നിങ്ങൾ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ എന്താണ് ഓഡിറ്റർ? ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ റെക്കോർഡ്സും അതുപോലെ തന്നെ അവിടുത്തെ ബിസിനസ് ട്രാൻസാക്ഷനും എല്ലാം ചെക്ക് ചെയ്യുന്ന ആളാണ്. നമ്മൾക്ക് 3 രീതിയിലുള്ള ക്വാളിറ്റീസ് ആണുള്ളത്. ഒന്ന് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, അതെന്തായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഓഡിറ്റർക്ക് വേണ്ട പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഡിഗ്രി ആണല്ലേ. ചാർട്ടേഡ് അക്കൗണ്ടൻസി ഡിഗ്രി മസ്റ്റായും പാസ്സാവണം. രണ്ടാമത്തത് പ്രൊഫഷണൽ ക്വാളിറ്റീസ് ആണ്. ഏതൊക്കെ സബ്ജക്റ്റിലാണ് നോളജ് വേണ്ടത്? ഓർത്ത് നോക്കൂ, പോസ് ചെയ്തൊന്ന് ഓർത്ത് നോക്കിക്കോ നിങ്ങൾ. അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ബിസിനസ് ലോ, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, ദെൻ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്. പിന്നെ ഓഡിറ്റർക്ക് വേണ്ട പേഴ്സണൽ ക്വാളിറ്റി, അത് ഓഡിറ്റർക്ക് മാത്രമല്ല ഏതൊരു വ്യക്തിക്കും വേണ്ട പേഴ്സണൽ ക്വാളിറ്റീസിൽ പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഏതൊക്കെയാണ് ഓർമ്മയുള്ള പോയിന്റ്? കോമൺ സെൻസ് വേണം, ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ സീക്രട്ട്, ഇൻക്വിസിറ്റീവ് ആയിരിക്കണം, ട്രേസ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്, അതുപോലെ ഹോണസ്റ്റി ആയിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം, കറേജ് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ എസ്സേയിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റ്. ഈ ഒരു എസ്സേയുടെ പ്രത്യേകത, ഇത് പലപ്പോഴും 5 മാർക്കിനും
10 മാർക്കിനും എല്ലാം ചോദിക്കാറുണ്ടെങ്കിലും അത് കൂടാതെ ഇതിലെ ഓരോ ഓഡിറ്റും 2 മാർക്കിനും ചോദിക്കും. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ടൈപ്സ്, കൈൻഡ്സ്, ക്ലാസിഫിക്കേഷൻ ഒക്കെ ചോദിച്ചാൽ ഇതാണ് പഠിക്കേണ്ടത്. ടെക്സ്റ്റിൽ ഓരോ സബ് ഹെഡിങ് ഒക്കെ വെച്ചിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓഡിറ്റിങ്ങിൻ്റെ പേപ്പറായിരുന്നു വാല്യൂ ചെയ്തത്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ 10 ഓഡിറ്റിൻ്റെ ടൈപ്സിൻ്റെ പേരെഴുതി അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തപ്പോൾ 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു 10 ടൈപ്പ് ഓഫ് ഓഡിറ്റെങ്കിലും അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അതായത് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സബ് പോയിന്റ് വെച്ച് പഠിക്കണം എന്നില്ല. അപ്പോൾ ഓഡിറ്റിംഗ് എന്താണെന്ന് ആദ്യം എഴുതണം. ഓഡിറ്റിംഗ് ഈസ് ദി ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ റെക്കോർഡ്സുകളും അതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ടു എൻഷുവർ ആക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻ. നിയമപ്രകാരമുള്ള ആക്യുറസിയും കംപ്ലീറ്റ്നെസ്സും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ നടത്തുന്നതിനെയാണ് ഓഡിറ്റിംഗ്. അപ്പോൾ ഓഡിറ്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ഒരു ലൈനെങ്കിലും എഴുതി വെക്കണം. അതെന്താണ്? ഓഡിറ്റിംഗ് ഈസ് ദി ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ 1 മാർക്കെങ്കിലും ഓഡിറ്റിങ്ങിൻ്റെ മീനിങ് ചോദിച്ചാൽ കിട്ടും. അത്രയെങ്കിലും കുട്ടിക്ക് അറിയാലോ എന്ന്. കാരണം ഡീറ്റെയിൽഡ്, വളരെ വിശദമായിട്ടുള്ള എക്സാമിനേഷനാണ്, പരിശോധനയാണ് എന്തിൻ്റെ? ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളുടെ. ഇപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ടൈപ്സ് ആണ്. ഒരു 10 എണ്ണമെങ്കിലും, ഞാനിതിൽ 17 എണ്ണം 18 എണ്ണം കൊടുത്തിട്ടുണ്ട്. 10 എണ്ണമെങ്കിലും പഠിച്ചു വെച്ചോളൂ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്, ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്, കണ്ടിന്യൂസ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ്, സ്റ്റാൻഡേർഡ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, ക്യാഷ് ഓഡിറ്റ്, എഫിഷ്യൻസി ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, ഡീറ്റെയിൽഡ് ഓഡിറ്റ്, ഇൻഫ്ലേഷൻ ഓഡിറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്. ഇപ്പം ഇത്രയും ഓഡിറ്റിങ്ങിൻ്റെ ടൈപ്സ് ഉണ്ട്. ഇതിപ്പോൾ ഒന്ന് 2 തവണ നിങ്ങളതൊന്ന് കേട്ട് നോക്കിയിട്ട് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി നോക്ക്. ഒരു 10 എണ്ണമെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന്. അറ്റ്ലീസ്റ്റ് അതിൻ്റെ പേര് എഴുതിയാൽ തന്നെ 2 മാർക്ക് കിട്ടും. എസ് എ ആണെങ്കിൽ, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ. അങ്ങനെ ഒരു 2 മാർക്ക്, നിങ്ങൾക്കിപ്പോൾ 20 ഇൻറ്റേണൽ കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ ആ 2 മാർക്കും വിലപ്പെട്ടതാണ്. 15 മാർക്ക് മതി പാസ്സാവാൻ അല്ലേ? അപ്പോൾ ആ രീതിയിലൊന്ന് പഠിച്ചു നോക്കൂ. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്, ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്, കണ്ടിന്യൂസ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ്, സ്റ്റാൻഡേർഡ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, ക്യാഷ് ഓഡിറ്റ്, എഫിഷ്യൻസി ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, ഡീറ്റെയിൽഡ് ഓഡിറ്റ്, ഇൻഫ്ലേഷൻ ഓഡിറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്, ഫോറൻസിക് ഓഡിറ്റ്, ഇതൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കാം. ആദ്യത്തേതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ബേസ്ഡ് ഓൺ ലോ. നിയമപ്രകാരം കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ബൈ ലോ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ലോ, അത് കമ്പൽസറി ആണ്. ഇറ്റ് ഈസ് എ കമ്പൽസറി ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൽസറി ഓഡിറ്റ് ആണ്. ഇറ്റ് ഈസ് ലീഗലി റിക്വയർഡ് ടു പ്രസന്റ് ട്രൂ പിക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ. അത് നിയമപ്രകാരം കമ്പൽസറി ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ബേസ്ഡ് ഓൺ ലോ. നിയമപ്രകാരം അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ലീഗലി കമ്പൽസറി ആയിട്ടുള്ള ഒരു ഓഡിറ്റിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് പ്രൈവറ്റ് ഓഡിറ്റ്. ഇറ്റ് ഈസ് ദ ഓഡിറ്റ് ഓഫ് പ്രൈവറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ. പ്രൈവറ്റ് ബിസിനസ് ഓർഗനൈസേഷനെ ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ലോ, പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബിസിനസ് ഓർഗനൈസേഷനെ ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ഓഡിറ്റ്. അതെന്തല്ല? കമ്പൽസറി ഓഡിറ്റ് അല്ല. ഇറ്റ് ഇൻക്ലൂഡ് സോൾ ട്രേഡേഴ്സ്, പാർട്ട്ണർഷിപ്പ് ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഏകാംഗ വ്യാപാരം, അതായത് സോൾ ട്രേഡേഴ്സിനെയും പാർട്ട്ണർഷിപ്പിനെയും അതുപോലെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെയും എല്ലാം തന്നെ ഓഡിറ്റ് നടത്തുന്നതിനെയാണ് പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഓഡിറ്റ് ഓഫ് പ്രൈവറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു പ്രൈവറ്റ് ബിസിനസ് ഓർഗനൈസേഷനെ ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ഓഡിറ്റ്. അത് കമ്പൽസറി അല്ല. അതുപോലെ തന്നെ സോൾ ട്രേഡർ, പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെയൊക്കെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഡിറ്റ്. ഇറ്റ് ഈസ് ദി ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫീസേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് കമ്പനീസ്. ഗവൺമെൻറ് ഓഫീസുകളും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവൺമെൻറ് കമ്പനികളും ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് ഗവൺമെൻറ് ഓഡിറ്റ്. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പോസ് ചെയ്ത് പറഞ്ഞു നോക്ക്. ഒന്നാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. എന്താ പറ? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ലോ, നിയമപ്രകാരമുള്ള കമ്പൽസറി ആയിട്ടുള്ള ഓഡിറ്റ്. പ്രൈവറ്റ് ഓഡിറ്റോ പ്രൈവറ്റ് ഓർഗനൈസേഷനെ ഓഡിറ്റ് ചെയ്യുന്നു, അത് കമ്പൽസറി അല്ല. ഗവൺമെൻറ് ഓഡിറ്റോ ഗവൺമെൻറ് ഓഫീസുകളും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ് കമ്പനികളും ഓഡിറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഡിറ്റ്. അടുത്തതാണ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്.
It is a type of audit conducted by പ്രൊഫഷണലി ക്വാളിഫൈഡ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ്. ഒരു ഓർഗനൈസേഷനിൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ വന്ന് ഓഡിറ്റിംഗ് നടത്തുന്നതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഇതിനെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് കണ്ടക്റ്റഡ് ബൈ പ്രൊഫഷണലി ക്വാളിഫൈഡ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ്. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഇതിനെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. അടുത്തതാണ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് കണ്ടക്റ്റഡ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. അതായത് ആ ഓർഗനൈസേഷനിൽ തന്നെ ഒരു ഇന്റേണൽ ഓഡിറ്റർ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിനെയാണ് ഇന്റേണൽ ഓഡിറ്റർ. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഓർത്താൽ മതി. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ പാർട്ടി ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ കോളേജിലൊക്കെ വൈവ, പ്രൊജക്റ്റിൻ്റെ വൈവ ഒരു സാറ് പുറത്തുനിന്ന് വന്നിട്ട് നടത്തിയിട്ടുണ്ടാവും അല്ലേ, അത് എക്സ്റ്റേണൽ വൈവയാണ്. പക്ഷേ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ ഒരു മോക്ക് വൈവ നടത്തിയിട്ടുണ്ടാവുമല്ലോ, അതാണ് ഇന്റേണൽ വൈവ. അതേപോലെ ഓർത്തു വെച്ചാൽ മതി. അടുത്തതാണ് കണ്ടിന്യൂസ് ഓഡിറ്റ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് കണ്ടക്റ്റഡ് ബൈ പ്രൊഫഷണലി ക്വാളിഫൈഡ് ഓഡിറ്റർ. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് ആണ് അത് കണ്ടക്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദി ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിൽ നടന്നിട്ടുള്ള എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ആണ് അത് നടത്തുന്നത്. ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആയിരിക്കും. അടുത്തതാണ് ഫൈനൽ ഓഡിറ്റ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് കണ്ടക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ട്രേഡിംഗ് പീരീഡ്. ഒരു ട്രേഡിംഗ് പീരീഡ് അവസാനിക്കുമ്പോൾ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിനെയാണ് ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഓഡിറ്റ് ഓൾ റെക്കോർഡ്സ് ആൻഡ് അക്കൗണ്ട്സ് ഡീറ്റെയിൽഡ്. ഒരു ബിസിനസ്സിലെ എല്ലാ അക്കൗണ്ടുകളും റെക്കോർഡ്സുകളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഫൈനൽ ഓഡിറ്റിൽ പരിശോധിക്കും. അതെപ്പോഴാണ് നടത്തുന്നത്? ഇറ്റ് ഈസ് എ ഓഡിറ്റ് കണ്ടക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ട്രേഡിംഗ് പീരീഡ്. അപ്പോൾ നമുക്ക് അത്രയും കൂടെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഗവൺമെൻറ് ഓഡിറ്റ് വരെ നമ്മൾ പഠിച്ചല്ലോ. ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റർ വന്ന് നടത്തുന്നു. ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റോ ഇന്റേണൽ ആയിട്ടാണ് ഇന്റേണൽ ഓഡിറ്റോ ഇന്റേണൽ ആയിട്ട് വിത്തിൻ ദി ഓർഗനൈസേഷനിൽ നടത്തുന്നു. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്തായിരുന്നു? പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യുന്നു. ഫൈനൽ ഓഡിറ്റോ ട്രേഡിംഗ് പീരീഡിൻ്റെ എൻഡിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നടത്തുന്നതിനെയാണ് ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് വേർ ദ ഓഡിറ്റർ വെരിഫൈ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ലൈക്ക് അസെറ്റ്സ്, ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ഒരു സ്ഥാപനത്തിലെ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അസെറ്റ്സും ലാബിലിറ്റീസും ക്യാപിറ്റലുമാണല്ലോ. ഈ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ള അസെറ്റ്സും അതുപോലെ തന്നെ ലാബിലിറ്റീസും ക്യാപിറ്റലും ഡീറ്റെയിൽഡ് ആയിട്ട് വെരിഫൈ ചെയ്യുന്നതിനെയാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് പാർഷ്യൽ ഓഡിറ്റ്. പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഇൻ വിച്ച് ഓഡിറ്റർ ചെക്ക് സ്പെസിഫൈഡ് ആസ്പെക്ട് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ ബിസിനസ്. മൊത്തത്തിൽ ഓഡിറ്റ് ചെയ്യാതെ, പാർഷ്യൽ എന്ന് പറഞ്ഞാൽ ഭാഗികമായി എന്നുള്ളതല്ലേ, ചില സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രത്യേക കാര്യങ്ങൾ മാത്രം ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഓഡിറ്റും പാർഷ്യൽ ഓഡിറ്റും പഠിച്ചു. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആയ അസെറ്റ്സും ലാബിലിറ്റീസും ക്യാപിറ്റലും ഓഡിറ്റ് ചെയ്യുന്നു. പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർ ഒരു സ്പെസിഫൈഡ് ആസ്പെക്ട്സ് മാത്രം എന്ത് ചെയ്യുന്നു? ഓഡിറ്റ് ചെയ്യുന്നു. അടുത്തതാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഇൻ വിച്ച് റെയർലി കണ്ടക്റ്റഡ് ബൈ ഓഡിറ്റർ. വളരെ റെയറായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓഡിറ്റാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. Under this audit, certain items in the accounts are thoroughly scrutinized and analyzed. ഈ സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓഡിറ്റ് ആണ്. അതായത് ഒരു ബിസിനസ് റെക്കോർഡ്സിലെ ചില ഐറ്റംസ് മാത്രം, അക്കൗണ്ടുകളിലെ ചില ഐറ്റംസ് മാത്രം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ചില ഐറ്റംസ് സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടും. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആണ് അടുത്തത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദി പെർഫോമൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിലെ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. അടുത്തത് കോസ്റ്റ് ഓഡിറ്റ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഇൻ വിച്ച് കോസ്റ്റ് റെക്കോർഡ്സ് ആർ ഓഡിറ്റഡ്. ഒരു സ്ഥാപനത്തിലെ കോസ്റ്റ് റെക്കോർഡിനെ എക്സാമിൻ ചെയ്യുക, അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുക.
അതിനെയാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്യാഷ് ഓഡിറ്റ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഇൻ വിച്ച് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ ഓഡിറ്റഡ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ക്യാഷ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മൂന്നെണ്ണമൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചു വെക്കാം. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് ദി പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ദ കോസ്റ്റ് റെക്കോർഡ്സ്. ക്യാഷ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ദ ക്യാഷ് ട്രാൻസാക്ഷൻ. ആ ഒരൊറ്റ വരി മതി മക്കളെ, അത് നല്ല രീതിയിൽ പഠിച്ചോളൂ. അടുത്തതാണ് എഫിഷ്യൻസി ഓഡിറ്റ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഇൻ വിച്ച് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദി ഓർഗനൈസേഷൻ ഈസ് ഓഡിറ്റഡ്. ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് എഫിഷ്യൻസി ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ പെർഫോമൻസ് ഓഡിറ്റ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഇൻ വിച്ച് ഓഡിറ്റർ ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡീറ്റെയിൽഡ് ഓഡിറ്റ്. ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഓഡിറ്റർ ഓഡിറ്റിംഗ് നടത്തുന്നതിനെയാണ് ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഡിറ്റ് നടത്തുന്നതിനെയാണ് ഇൻഫ്ലേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്. ഒരു സ്ഥാപനത്തിലെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവറിനെ കുറിച്ച്, അവിടെ ആരൊക്കെ എത്ര തൊഴിലാളികളുണ്ട്, ആരൊക്കെയാണ് ആ തൊഴിലാളികൾ, അവരുടെ പൊസിഷൻ എന്തൊക്കെയാണ്, അങ്ങനെ മാൻ പവറിനെ കുറിച്ച് ഓഡിറ്റ് നടത്തുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിലേക്ക് എളുപ്പമുള്ള ഒരു 10-12 ഓഡിറ്റിങ്ങിൻ്റെ ടൈപ്പ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പം ഇനി ഞാൻ എൻ്റെ അഭിപ്രായത്തിലുള്ള എളുപ്പത്തിൽ പഠിക്കാവുന്ന 10 ഓഡിറ്റിങ്ങിൻ്റെ ടൈപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഒന്നാമത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അതിൻ്റെ കീവേഡ് ലോ. രണ്ടാമത്തതാണ് പ്രൈവറ്റ് ഓഡിറ്റ്. അതിൻ്റെ കീവേഡ് പ്രൈവറ്റ് ബിസിനസ്സിനെ ഓഡിറ്റ് ചെയ്യുന്നു. മൂന്നാമത്തത് ഗവൺമെൻറ് ഓഡിറ്റ്. അതിൻ്റെ കീവേഡാണ് ഗവൺമെൻറ് ഓഫീസും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ് കമ്പനിയും ഓഡിറ്റ് ചെയ്യുന്നു. നാലാമത്തത് ക്യാഷ് ഓഡിറ്റ്. ക്യാഷ് ട്രാൻസാക്ഷൻ ഓഡിറ്റ് ചെയ്യുന്നു. അഞ്ചാമത്തത് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് റെക്കോർഡ് ഓഡിറ്റ് ചെയ്യുന്നു. ആറാമത്തത് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യുന്നു. ഏഴാമത്തത് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ബാലൻസ് ഷീറ്റിലെ ഐറ്റമായ അസറ്റ്സും ലാബിലിറ്റീസും ക്യാപിറ്റലും ഓഡിറ്റ് ചെയ്യുന്നു. എട്ടാമത്തത് ഇൻഫ്ലേഷൻ ഓഡിറ്റ്, അതായത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഓഡിറ്റ് ചെയ്യുന്നു. ഒമ്പതാമത്തത് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്, മാൻ പവർ ഓഡിറ്റ് ചെയ്യുന്നു. പത്താമത്തത് പെർഫോമൻസ് ഓഡിറ്റ്, മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങനെ എളുപ്പമുള്ള ആ 10 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ഇൻഡിപെൻഡൻറ്റും ഇൻറ്റേർണലും പഠിക്കുക. ഇൻഡിപെൻഡൻറ്റും ഇൻറ്റേർണലും എന്തായാലും പഠിച്ചു, അത് 2 മാർക്കിനും കൂടെ ചോദിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. താങ്ക്